ഹലോ എവരിവൺ. കുറച്ച് സ്റ്റുഡൻസ് STV യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്ട് വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഒരു 3 പേജുള്ള ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും. എല്ലാം ഫില്ല് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നത് 3 ഫോമാണ്. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും രണ്ടാമത് കാണുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റും. ഓക്കെ, മൂന്നാമത്താണ് CMM സർട്ടിഫിക്കറ്റ്. ഈ മൂന്നാമത്തെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 25 to 30 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ വീട്ടിലെത്തും. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യേണ്ടത്. CMM സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോർമലി പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന പോലെ, സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ID-യും പാസ്വേഡും വെച്ചിട്ട് സൈൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡ് കാണുന്ന ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഒരു ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, അതിന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുറച്ച് ഓപ്ഷൻ കാണാം. അതിന് ടൈറ്റിലായിട്ട് നിങ്ങൾ ഡിഗ്രി ആൻഡ് മാർക്ക് ഷീറ്റ്, ഓക്കെ, മാർക്ക് ഷീറ്റിന് ആണല്ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഡിഗ്രി ആൻഡ് മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ സബ്ജക്റ്റായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ഫോർ CMM സർട്ടിഫിക്കറ്റ്. ഓക്കെ, റിക്വസ്റ്റ് ഫോർ CMM സർട്ടിഫിക്കറ്റ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാം. അവിടെ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി, റിക്വസ്റ്റ് ഫോർ CMM അറ്റാച്ചിങ് ആപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെ നിങ്ങൾ SID-യും അഥവാ ID നമ്പറും അതുപോലെ എൻട്രോ നമ്പറും ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾ നെയിമും അതുപോലെ തന്നെ Gmail ID-യും കൊടുക്കുക. ഓക്കെ, പാരഗ്രാഫിൽ. അപ്പോൾ ടൈറ്റിലായിട്ട് ഡിഗ്രി ആൻഡ് മാർക്ക് ഷീറ്റും അതുപോലെ തന്നെ സബ്ജക്റ്റായിട്ട് റിക്വസ്റ്റ് ഫോർ CMM സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ CMM സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടത്. അത് അപ്ലൈ ചെയ്തിട്ട് വേണം അത് നിങ്ങളൊരു 30 ദിവസത്തിനുള്ളിൽ നിങ്ങളെ പോസ്റ്റ് അഡ്രസ്സിൽ വീട്ടിലെത്തും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിഗ്രി ടൈറ്റിൽ സബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എന്നിട്ട് അവിടെ ചൂസ് ഫയൽ എന്ന് കാണും. ഓക്കെ, ചൂസ് ഫയൽ എന്നുള്ളടത്ത് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ PDF ഉണ്ടല്ലോ, ഇതാണ് CMM സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്തിട്ട് ഇവിടെ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഗാലറിക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് CMM സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് വെക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ CMM സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു 30 ദിവസത്തിന് ശേഷം നിങ്ങളെ വീട്ടിലെ അഡ്രസ്സൊക്കെ അത് എത്തുന്നതാണ്. ഓക്കെ.